പിന്നെ നീ എന്തിനാടാ മീശയും വെച്ച് ആണെന്ന് പറഞ്ഞ് നടക്കണത്? ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിളിക്കണ്ടാന്ന്. ചേട്ടൻ ഉണ്ട് പുറത്ത്. ചേട്ടൻ കേട്ടാ തീർന്നു. ഒരു 2 മാസം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എങ്ങനെയും റെഡിയാക്കാം. എടി, നിനക്ക് എങ്ങനെയും ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൂ? എടി നീ എന്തോന്ന് പറയണേ? അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നതോ? എടി, അത് ഞാൻ അപ്പത്തന്നെ ശ്രീദർശൻ അയച്ചു കൊടുത്ത്. എടി നീ ആഴ്ചക്ക് ചോദിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് എടുത്തു തരാൻ? പ്ലീസ് എടി, എന്റെ പൊന്നു മോളല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താ. എടി ഇത് ചേട്ടൻ വല്ലതും അറിഞ്ഞോണ്ടല്ലേ തീർന്ന്. ആരും അറിയാൻ പോകണ്ടടി, പ്ലീസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് അയക്കി. റിട്ടേൺ ടിക്കറ്റ് എന്നായിട്ടാ ബുക്ക് ചെയ്യാൻ പോണേ? എടി അതിന് 2 മാസം ഇല്ലേ? പിന്നീട് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? റേറ്റും ഭയങ്കര കൂടുതലായിരിക്കൂലേ? എടി നിനക്കങ്ങനെ തിരിച്ചേറ്റൂടെ എത്ര ധൃതിയാ? 3 വർഷത്തിനു ഇരുന്നിരുന്ന് വന്നതിന്റെ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടാ. അങ്ങനൊന്നും ഇല്ല ഏട്ടാ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചേട്ടനുണ്ട് വീട്ടില്. ചേട്ടനുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അവിടെ കിടന്ന് കറങ്ങല്ലേ, ആരെങ്കിലും കാണും. വീടിന്റെ ബാക്കിലോട്ട് വാ. ശരി. ഇത് തോന്നിയ പോലെ കയറി വീഴുന്നേ പറഞ്ഞിട്ടുള്ളയില്ലേ? ചേട്ടൻ കാണാൻ ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ചേട്ടാ ഇങ്ങനെ കിടന്ന് ചൂടാവില്ലേ? ഞാൻ പോയി തരാം. വിളിക്കുമ്പോ ഫോൺ എടുത്താൽ മതി. സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. ശരി. നിന്റെ ഭാര്യ നീ അയക്കണേ തയ്യാത്തോണ്ട് നാട് മൊത്തം കടം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അയൽക്കൂട്ടത്തിരുന്ന്, അപ്പുറത്തെ ശീലരുന്ന്, സഹകരണ സംഘത്തിരുന്ന് എല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്കറിയണ്ട മാമി, അവിടെ കാശൊക്കെ വെച്ച് എന്താ ചെയ്തെന്ന്? എടാ നീ അയക്കണ കാശിന് അവള് ചില്ലറ പൊടിയല്ലേ പൊടിക്കണത്. ഡെയിലി കറക്കം തന്നെ. 5 സ്റ്റാർ ഹോട്ടലിലേ കയറുള്ളൂ. ആഴ്ചയ്ക്ക് ബ്യൂട്ടി പാർലർ. നിന്റെ പൈസ തീർന്നാല നാട് മൊത്തം കടം വാങ്ങിക്കും. എന്റെ അറിവിൽ അവള് ഇതുവരെ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ് എന്നെ പെട്ടെന്ന് കയറ്റേക്കാളോ തിടുക്കും, ഇടയ്ക്കിടയ്ക്ക് മാറിയിരുന്നുള്ള ഫോൺ വിളി അല്ലേ? അങ്ങനെയല്ല ഏട്ടാ, ഞാൻ അറിയാതെ പെട്ടുപോയതാ.